ശ്രീ കേണൽ ഡെന്നി, ഇവിടെ നമുക്കറിയാം ഇതിനിടയിൽ കെയ്റോയിൽ നടന്ന ഉച്ചകോടിയിൽ ഈ ഗസ ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ നീക്കത്തിന് ബദലായി ഒരു അംഗീകരിച്ചു. അത് ഈജിപ്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ബദൽ അംഗീകരിക്കുകയായിരുന്നു അറബ് ഉച്ചകോടിയും മറ്റും. അവിടെ ഇത്തരത്തിൽ സമാധാന ശ്രമങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഗസ പുനരുദ്ധരിക്കണം, അതിനായിട്ട് $5300 കോടി പദ്ധതിയൊക്കെ സമർപ്പിക്കുന്നു. അത് അറബ് ലോകം അംഗീകരിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അവിടെയാണ് ട്രംപ് വീണ്ടും കാര്യങ്ങൾ കടുപ്പിക്കുകയും ഇത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് വരികയും നമുക്കൊരു ആക്രമണം പ്രതീക്ഷിക്കേണ്ട ഒരുപക്ഷെ പെരുന്നാളിന് ശേഷം ഒക്കെ ആയിരിക്കാം. ഇത് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിലയിരുത്തി നടത്തിയ ചില അന്താരാഷ്ട്ര വിദഗ്ധരൊക്കെ പറയുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധം 10 വർഷത്തിനകം ഉണ്ടായേക്കാം എന്ന തരത്തിലൊക്കെയുള്ള വിലയിരുത്തലൊക്കെ സംഭവിക്കുന്നുണ്ട്. ഒരു വലിയ ശതമാനം ആളുകൾ അങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട്. അത് ഈ ട്രംപിൻ്റെ ഇത്തരം നിലപാടുകൾ അതിനുകൂടി വഴിവെക്കുമെന്നുള്ള ഒരു ഭീതി പൊതുവെ ജനിച്ചിട്ടുണ്ടോ? ശ്രീ രഞ്ജിത്ത്, ഇതിനകത്ത് 2-3 കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ട്രംപ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു രീതിയിലുള്ള, ശ്രീ ജയശങ്കറിന്റെ ഭാഷയിൽ പറഞ്ഞ ഔട്ട് ഓഫ് സിലബസിൽ നിന്നുള്ള ഇന്റർനാഷണൽ റിലേഷൻസ്, അല്ലെങ്കിൽ ഡിപ്ലോമസി ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം പറയുന്നത് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ അനാലിസിസ് ചെയ്യാമെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം മാത്രമേ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടീമിന് മാത്രമേ അറിയത്തുള്ളൂ അതിന്റെ എന്താണ് റിയൽ ഉദ്ദേശം എന്നുള്ളത്. അത് നമ്പർ 1. അതായത് വേറൊരു യാർഡ് സ്റ്റിക്കും അല്ലെങ്കിൽ വേറൊരു മാനദണ്ഡവും ട്രംപിന് കുറിച്ച് നമുക്ക് വേറെ എങ്ങും കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നത് നമ്മൾ അടുത്ത കാലത്തൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അതാണ് നമ്പർ 1. രണ്ടാമത്തെ പോയിന്റ്, ട്രംപിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ എല്ലാ പോളിസീസും അമേരിക്ക ഫസ്റ്റ് അല്ലെങ്കിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നൊക്കെ ഉള്ള ഒരു ബേസിക്സിലാണ് അദ്ദേഹം ചെയ്യുന്ന ഡിസിഷൻസ് എല്ലാം. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇപ്പൊ തന്നെ ഈ ഇലക്ഷൻ തന്നെ ഇപ്പം 2025 അദ്ദേഹം ജയിച്ചത്, 2024 ഇലക്ഷൻ നടന്ന് 20-ാം തീയതി അദ്ദേഹം ടേക്ക് ഓവർ ചെയ്തത് തന്നെ ഫോറിൻ പോളിസിയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും എന്നുള്ള ഒരു ഫീൽ അല്ലെങ്കിൽ ഒരു പെർസെപ്ഷൻ അമേരിക്കൻ ജനതയ്ക്ക് കൊടുത്തോണ്ടാണ്. അതായത് ഫോറിൻ പോളിസി ജോ ബൈഡന്റെ കാലത്ത് ഒരു വീക്ക്നെസ് ആയിരുന്നു, ഒരു ഫെയിലിയർ ആയിരുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിന് കൺവിൻസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് പല സ്വിംഗ് സ്റ്റേറ്റ്സിലും, പ്രത്യേകിച്ച് അറബ് അമേരിക്കൻസ് പോലും ഉള്ള സ്വാധീനമുള്ള സ്റ്റേറ്റ്സിൽ പോലും ട്രംപിന് വ്യക്തമായിട്ടുള്ള ലീഡ് കിട്ടിയത്. കാരണം അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, ഞാൻ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ റഷ്യ യുക്രൈൻ വാർ നിർത്തും, ഞാൻ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ ഗാസയിലെ യുദ്ധം ഞാൻ നിർത്തും എന്ന് പറഞ്ഞിരുന്നു. 19-ാം തീയതി ജനുവരിയാണ് ഈ സീസ് ഫയറിന്റെ ഫൈനലായിട്ടുള്ള ഒരു എഗ്രിമെന്റ് വരികയും അടുത്ത ദിവസം തന്നെ ഒരു 6-7 പ്രിസണേഴ്സിനെ അവർ റിലീസ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഇപ്പം സെലൻസ്കി ആയിട്ടുള്ള ചർച്ച എങ്ങനെയാണ് യുക്രൈനിലേക്കുള്ള ആ ഒരു റഷ്യ യുക്രൈൻ വാർ ഏത് രീതിയിലാണ് പോകുന്നതെന്നുള്ളത്. അപ്പം ട്രംപിനെ സംബന്ധിച്ചോളം ഫോറിൻ പോളിസി അദ്ദേഹത്തിന് ചെയ്യുമ്പോഴും അത് അവിടുത്തെ അദ്ദേഹത്തിന്റെ സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി അദ്ദേഹം ഏത് നിലപാടും സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ഇപ്പം അദ്ദേഹം ഒരു ബിസിനസ് മാൻ ആണ്. ബേസിക്കലി ഒരു ബിസിനസ് മാനിൽ ഒരു ബിസിനസ്സിൽ ഒരു ഡീൽ ചെയ്യുമ്പം പല രീതിയിലുള്ള നെഗോസിയേഷൻസ് ചെയ്യാൻ സാധിക്കും. ഒരു മാക്സിമലിസ്റ്റിക് അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ, അതായത് എനിക്ക് ആവശ്യം എവിടെയെങ്കിലും ഒരു 50-60 എന്നുള്ള സ്കെയിലാണ് 100 ഇദ്ദേഹം എടുക്കുന്ന ആദ്യത്തെ സ്റ്റാൻഡ് എനിക്ക് 100 വേണം എന്നുള്ള രീതിയായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ആദ്യമേ ഇദ്ദേഹം കയറി പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും അവിടുന്ന് വിട്ടുപോകൂ, ഞങ്ങൾ അതിനെ ഏറ്റെടുക്കാം. അതൊന്നും ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് അദ്ദേഹത്തിനും അറിയാം. അതായത് ഈജിപ്തും ജോർഡന്റെ അടുത്തും പറഞ്ഞു, നിങ്ങൾ ഈ പലസ്തീനിയൻസിനെ തിരിച്ചു അവരെ രാജ്യത്തിലേക്ക് വിളിക്കൂ, എന്നിട്ട് അവിടെ താമസിക്കൂ, മാത്രമല്ല അവർക്ക് തിരിച്ചു വരാനുള്ള യാതൊരു അവകാശവും ഇല്ല എന്നും കൂടി ചേർത്ത് പറഞ്ഞു. ഇപ്പം ഒരു കണക്കിന് ഒരു 3 to 4 years US തരൂ, അതിനെ എല്ലാം ശരിയാക്കി ഇതേ ആളുകളെ തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാലും അത് മനസ്സിലാക്കും. പക്ഷെ അത് പറയുന്നത് ദർ ഇസ് നോ എന്താ പറയുക, ഒരു ഗ്യാരണ്ടി ഇവരെ തിരിച്ചു വരാനുള്ള എന്നും അത് കൂടെ പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതൊരു മാക്സിമലിസ്റ്റിക് പോയിന്റ് ആണ്. അത് പറഞ്ഞ ഉടനെ അടുത്ത ഒരു കുറെ ദിവസം കഴിയുമ്പോഴാണ് ശ്രീ രഞ്ജിത്ത് പറഞ്ഞ പോലെ കൈറോയിലെ ഡിസ്കഷൻസ് നടക്കുകയും അറബ് രാജ്യങ്ങൾ ഒരു പ്രപ്പോസലായിട്ട് വരുന്നത് ഒരു 5-year ഡെവലപ്മെന്റ് പ്ലാൻ $53 billion സ്പെൻഡ് ചെയ്യാനും അതിനകത്ത് അവർ റീബിൽഡ് ചെയ്ത് ആളുകൾ അവിടെ ഗാസയെ റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ അവർ തയ്യാറായിട്ടുള്ള ഒരു പ്ലാൻ വരുന്നു. ആ പ്ലാനിനകത്ത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള സൊല്യൂഷനിൽ ഹമാസിനെ മാറ്റി നിർത്തി പലസ്തീനിയൻ അതോറിറ്റിയെ കൊണ്ടുവരണം എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഇസ്രായേൽ ആയാലും ശരി അമേരിക്ക ആയാലും ശരി അവർ കണ്ടതും ഇത് തന്നെയാണ്, ഹമാസിനെ അവിടുന്ന് മാറ്റുക. നേരത്തെ പി ജെ വിൻസെന്റ് പറഞ്ഞ പോലെ എനിക്ക് അതിനകത്തൊരു യോജിപ്പുണ്ട്. അതായത് ഹമാസിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഹമാസ് എന്ന് പറഞ്ഞ ഒരു ഐഡിയ ആണ്, അതൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണെന്ന് എനിക്ക് യാതൊരു സംശയമില്ലെങ്കിൽ തന്നെയും
അത് ആ സാധാരണക്കാര മനുഷ്യന്റെ മനസ്സിനകത്ത് ഒരു തരത്തിലുള്ള ഒരു ഐഡിയോളജി കുത്തി നിറപ്പിച്ച് വെക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവരെല്ലാം തോക്കും എടുത്തിട്ട് അവര് പല രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മനുഷ്യന് ഒരിക്കലും നമുക്ക് ഒരിക്കലും നമ്മൾ അതിനെ എഗ്രി ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്കോ അപ്പുറം അവർ ക്രൂരത ഒക്ടോബർ 7 കാണിച്ച് അതിന് വേണ്ടിയുള്ള ന്യായീകരണം എന്തായാലും ശരി അതൊരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു അറബ് രാജ്യങ്ങളും ഇസ്രയേലും US-ഉം ഒരു രീതിയിൽ ഹമാസിനെ അവിടെ പൊളിറ്റിക്കലി ഇറലവന്റ് ആക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. തിരിച്ചു വരാം മറ്റതിഥികളിലേക്കും വരണം വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം.